മോളെ ഹരിയുടെ ദേഷ്യം ഒന്ന് കാണായിരുന്നു അമ്മ. എന്ത് പറയാനാ? ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ നടുങ്ങി പോവില്ലേ? ഞാൻ ഉത്തരയുടെ കാര്യം ചോദിച്ചോണ്ടായിരിക്കും ഇത്രയും ദേഷ്യം. ഏയ് അതൊന്നും ആവില്ല മോളെ. പിന്നെന്താ? എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണോ ഈ മാറ്റം? ആയിരിക്കും. ജീവനും കുഴപ്പക്കാരനായിരുന്നില്ലെന്ന് അമ്മ പറഞ്ഞില്ലേ? അപ്പൊ കുഴപ്പം എന്റെ തന്നെയാ. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഒരു കാര്യം ഉണ്ടായാൽ അതെന്താണെന്ന് ചോദിച്ച് നമ്മൾ പരിഹരിക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ വെറുതെ ഇരുന്ന് സ്വയം കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ഒരു ദിവസം ഒന്ന് ചിരിച്ച പിറ്റേ ദിവസം അതിന്റെ കണക്ക് തീർത്ത് കരയണം. ഇത് എന്ത് ഗതികേടാ അമ്മേ? ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല. ആരോടൊന്നും സംസാരിക്കാനും നിൽക്കുന്നില്ല. ഭ്രാന്ത് പറയല്ലേ. അങ്ങോട്ട് പോവാതെ പിന്നെ ഇങ്ങോട്ട് പോവാനാ? ഞാനിവിടെ അമ്മയുടെ അടുത്ത് നിന്നോളാം. അതെ, ജ്യോതിയുടെ കല്യാണത്തലേന്ന് ഞാൻ അവളോട് സംസാരിക്കുന്നത് മോള് കേട്ടതല്ലേ? ഞാൻ അവളോട് എന്താ പറഞ്ഞ്? ഒരു ജീവിതമാവുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കുണ്ടാവും. അതിന്റെ പേരിൽ ഞാൻ എന്റെ വീട്ടിൽ പോകാണെന്നും പറഞ്ഞ് ഇറങ്ങാനൊന്നും പാടില്ല. അത് അവരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഞാൻ വന്നതും പറഞ്ഞൊന്നും അമ്മയ്ക്ക് ഇഷ്ടമായില്ല അല്ലേ? എങ്കിൽ ഞാൻ പോയേക്കാം. അതാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് മുഴുവനാക്കാൻ സമ്മതിക്കണ്ടേ നീ? ആദ്യം മോളി കരച്ചിലൊന്ന് അവസാനിപ്പിക്കും, എന്നിട്ട് എന്റെ കൂടെ വാ. ഹരിയുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിക്കാം. അമ്മ ചോദിച്ചാ അമ്മയോട് ദേഷ്യപ്പെട്ടാലോ? ദേഷ്യപ്പെടുവാണെങ്കിൽ ദേഷ്യപ്പെടട്ടെ. അപ്പൊ നീ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു തരാം. കേട്ടല്ലോ? സോപ്പ് കുമിള പോലത്തെ കാര്യങ്ങളാ. അതിങ്ങനെ ഊതി പെരുപ്പിച്ച് സ്വയം ടെൻഷനായി മറ്റുള്ളവരെ കൂടി ടെൻഷനാക്കുക. അമ്മയ്ക്ക് എല്ലാം നിസ്സാര കാര്യ. അങ്ങനെയല്ല മോളെ. നിസ്സാരമായിട്ട് കാണേണ്ട കാര്യങ്ങളെ നമ്മൾ ഗൗരവത്തിലാക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്. കണ്ണൊക്കെ തുടച്ച് നമുക്ക് ഹരിയെ ചെന്ന് കാണാം. എന്നാ പിന്നെ അമ്മ വരണ്ട, ഞാൻ പൊക്കോളാം. നീ എങ്ങനെ തനിച്ചു പോകുന്നില്ല, ഞാനും വരുന്നുണ്ട് കൂടെ. എന്നാ വാ. വന്നേ.